പാലക്കാട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥി ആശ്ര നന്ദയുടേതെന്ന് സംശയിക്കുന്ന ആത്മഹത്യാക്കുറിപ്പ് കിട്ടിയെന്ന് പോലീസ്. സുഹൃത്താണ് കത്ത് നൽകിയതെന്ന് പോലീസ് അറിയിച്ചു. ചില അധ്യാപകർ പീഡിപ്പിക്കുന്നതായി ആശ്ര നന്ദ പറഞ്ഞിരുന്നെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു. ആശ്രനന്ദ എഴുതിയിട്ടുണ്ടായിരുന്നു. അവളുടെ ഫ്രണ്ടിൻ്റെ ബുക്കിൽ ബാക്കിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അവളുടെ ഫ്രണ്ടിന് ഇത് അറിയില്ലായിരുന്നു. അവള് നോക്കുമ്പോഴാണ് കണ്ടത്. പിന്നെ ചില ടീച്ചറൊക്കെ കൊല്ലണം എന്നാണ് പറഞ്ഞത്. അവരാണ് അവളുടെ മരണത്തിന് കാരണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവളെ ഫിസിക്കലി മെൻ്റലി ഭയങ്കര ടോർച്ചറിങ് ആണ്. അവൾക്ക് മാർക്ക് പറഞ്ഞപ്പോൾ ഷഫിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ഫ്രണ്ട്സും പോയി പാരൻസിൻ്റെ സൈഡിൽ നിന്നും പ്രഷർ ഉണ്ടാവുമല്ലോ മാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിൽ ടീച്ചേഴ്സ് അല്ല, സ്റ്റെല്ല ടീച്ചർ മോട്ടിവേറ്റ് അല്ല ചെയ്യുക, ഡീമോട്ടിവേറ്റ് ആണ് ചെയ്യുക. ആ ക്ലാസ്സിൽ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ലെസ് സ്കോറേഴ്സ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അവിടെ ബുക്ക് എടുത്ത് നോക്കിയപ്പോൾ കണ്ടപ്പോൾ സാറിന് കൊടുക്കുകയാണ് ചെയ്തത്, പോലീസ് സാറിന്. ഇത് ആശ്രമം മരിക്കുന്നതിന് മുമ്പാണോ ശേഷമാണോ എങ്ങനെയാണ് നിങ്ങൾ അറിയുന്നത്? ഇന്നലെയാണ് ഞങ്ങൾ അറിയുന്നത്. ഇന്നലെ അജിത് ബാബു നൽകും വിവരങ്ങൾ. അജിത്ത്, ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ പറഞ്ഞത് ചില അധ്യാപകർക്കെതിരെ വലിയ ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. ഈ ആത്മഹത്യാക്കുറിപ്പിൽ എന്താണ് പറയുന്നതെന്നാണ് പോലീസ് നൽകുന്ന വിവരം? ആശ്രിതയുടെ എന്ന് സംശയിക്കുന്ന കുറിപ്പ് ഇത്തരത്തിൽ ലഭിച്ചതായി പോലീസും സുഹൃത്തുക്കളിൽ നിന്ന് ലഭിച്ചതായി പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട്. ഏതാണെങ്കിലും ഇത് പരിശോധിച്ച് വരികയാണ്. നിലവിൽ അതിൽ പ്രധാനപ്പെട്ട കാര്യം താൻ മാനസികമായി പീഡിപ്പിക്കപ്പെട്ടെന്നും അതിന് ചില അധ്യാപകർ ഉൾപ്പെടെയാണ് കാരണക്കാരനെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പറയുന്നത്. 5 അധ്യാപകരുടെ പേരുകൾ ഈ കുറിപ്പിലുണ്ടെന്നാണ് സുഹൃത്തുക്കൾ ഉൾപ്പെടെ വ്യക്തമാക്കിയത്. നിലവിൽ നടപടിയെടുത്ത് 3 പേരെയാണ് ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള ജോയ്സ്, അതുപോലെ തന്നെ സ്റ്റെല്ല, തങ്കം എന്നുൾപ്പെടെയുള്ള 3 പേരെയാണ് പുറത്താക്കിയിട്ടുള്ളത്. പക്ഷേ 2 പേരുടെ പേര് കൂടി ഈ കുറിപ്പിലുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ അവർക്കെതിരെ കൂടി നടപടി വേണമെന്നുള്ള ആവശ്യമടക്കം ഇപ്പോൾ ഉയരുകയാണ്. ഏതാണെങ്കിലും ഇത് ഒരു വിദ്യാർത്ഥിയുടെ ബുക്കിൻ്റെ പുറകിലാണ് ഇത് എഴുതി വെച്ചിട്ടുള്ളത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. പിന്നീടാണ് വിദ്യാർത്ഥി ഇത് കാണുന്നത്. ഈ ഘട്ടത്തിൽ ഇന്നലെ ഇത് പോലീസിന് കൈമാറി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതോടുകൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന് കൂടുതലായ അന്വേഷണത്തിനുള്ള സാധ്യതകളാണ് തെളിയുന്നത്. ഇതിന് ആദ്യമായി പോലീസ് ഈ ഘട്ടത്തിൽ ഈ കുറിപ്പ് ആശ്രിതനന്ദ എഴുതിയതാണോ എന്ന് ഉറപ്പുവരുത്താനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുക. അതിന് ആശ്രിതനന്ദയുടെ കൈയക്ഷരം ഉൾപ്പെടെ മാച്ച് ചെയ്ത് നോക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ഏതാണെങ്കിലും സ്വീകരിക്കും. ഏതാണെങ്കിലും ഇപ്പോഴും ഇവിടെ PTA യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് രക്ഷിതാക്കൾ ഇവിടെ നടത്തിയത്. കാരണം അവരനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, സമാനമായ സാഹചര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു. ആശ്രിതനന്ദ ഉണ്ടായ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് 8ാം ക്ലാസ്സിൽ നിന്ന് ജയിച്ച് 9ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷവും ആശ്രിതനന്ദയ്ക്ക് തന്നെ എഴുതി കൊടുക്കേണ്ടി വന്നു. മാർക്ക് കുറഞ്ഞാൽ 8ാം ക്ലാസ്സിൽ പോയി ഇരിക്കാമെന്ന് എഴുതി കൊടുക്കേണ്ടി വന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് മറ്റ് രക്ഷകർത്താക്കൾ കൂടി ഇവിടെ വെളിപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതോടുകൂടി ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായി ഉയർന്നു വന്നത്. മാത്രമല്ല, ഈ സ്കൂളിൻ്റെ സമീപനത്തിൽ പ്രിൻസിപ്പലിനെ കാണാനുള്ള സാഹചര്യം പോലും ഇല്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ രക്ഷിതാക്കൾ പറഞ്ഞു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിൽ സമഗ്രമായ മാറ്റം വേണമെന്നും പുതിയ PTA തിരഞ്ഞെടുക്കണമെന്നുള്ള ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ഏതാണെങ്കിലും പുതിയ PTA ഉൾപ്പെടെ തിരഞ്ഞെടുക്കുന്ന നടപടികൾ നടക്കുകയാണ്. ഏതാണെങ്കിലും വലിയ തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും മുൻ വിദ്യാർത്ഥികളും ഉൾപ്പെടെ വെളിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിന്ന് വിവിധ വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ നടത്തിയ പ്രതിഷേധം, വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഇവിടെ ഉണ്ടായത്. ഇപ്പോഴും ഈ അധ്യാപകരുൾപ്പെടെ രക്ഷകർത്താക്കൾ ഉൾപ്പെടെ ഇവിടെ അവരുടെ കാര്യങ്ങൾ പറയുകയാണ്. അധ്യാപകർക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും കൗൺസിലിംഗ് ആവശ്യമാണെങ്കിൽ നൽകണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ വരുന്നത്. ഏതാണെങ്കിലും വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത്. ഇപ്പോഴും ഇവിടെ നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം, പോലീസ് ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് ഒരു PTA യോഗം ചേർത്തുകൊണ്ട് ഒരു പുതിയ PTA രൂപീകരിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. കഴിഞ്ഞ വർഷം ആകെ 2 PTA യോഗം മാത്രമാണ് ചേർന്നതെന്നും പേരിന് മാത്രമായിരുന്നു ഇവിടെ ഒരു PTA നിലവിൽ നിന്നിരുന്നതെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് രക്ഷകർത്താക്കൾ പറഞ്ഞത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വളരെ ഗൗരവമുള്ള ഈ പോലീസിന് ഇത്തരത്തിൽ ആശ്രിതനന്ദയുടെ എന്ന് കരുതുന്ന ആത്മഹത്യാക്കുറിപ്പ് കൂടി ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കാനാണ് പോലീസിൻ്റെ തീരുമാനം. ഈ കാര്യത്തിൽ കൂടുതൽ നടപടി വേണമെന്നുൾപ്പെടെ വിദ്യാർത്ഥി സംഘടന ആവശ്യപ്പെടുന്നുണ്ട്. കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. അരുണ്യ, ചില അധ്യാപകരുടെ പേരടക്കം ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പാലക്കാട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ ആശ്ര നന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആശ്ര നന്ദയുടേതെന്ന് സംശയിക്കുന്ന ആത്മഹത്യാക്കുറിപ്പ് കിട്ടിയെന്നാണ് പോലീസ് അറിയിച്ചത്. ഈ കത്ത് പരിശോധിച്ച് വരികയാണ് അന്വേഷണ സംഘം. വിവരം നൽകിയത് അജിത് ബാബുവാണ്.